വിശദമായ വാർത്തകളിലേക്ക്. കട്ടപ്പന നെരിയമ്പാറയിൽ യുവതിക്ക് നേരെ മുൻ ഭർത്താവിന്റെ ആക്രമണം. 2 കൈക്കും കാലിനും വെട്ടേറ്റ യുവതിയെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തോട്ടരികത്ത് ശശികലയ്ക്കാണ് പരിക്കേറ്റത്. മുൻ ഭർത്താവിനെ ഉപേക്ഷിച്ച ശശികല മറ്റൊരു യുവാവിനൊപ്പമാണ് താമസിക്കുന്നത്. അക്രമത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് പോയ പ്രതി മുകേഷിനെ പിടികൂടുന്നതിനായി കട്ടപ്പന പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കട്ടപ്പനയ്ക്ക് സമീപം നരിയമ്പാറയിൽ തോട്ടരികത്ത് ശശികലയ്ക്കാണ് മുൻ ഭർത്താവിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ഇവർക്ക് 32 വയസ്സാണ് പ്രായം. കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ഇടുക്കി മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 11:15 സംഭവം. യുവതിയുടെ വീട്ടിലെത്തിയ മുൻ ഭർത്താവ് മുകേഷാണ് ആക്രമണം നടത്തിയത്. വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന യുവതിയുടെ 2 കൈകളും കാലുകളും തല്ലി ഒടിക്കുകയും വാക്കത്തി ഉപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികൾ ഭർത്താവിനെ വിവരം അറിയിക്കുകയും കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവതിക്ക് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മുൻ ഭർത്താവിനോട് പിണങ്ങിയ ശശികല മറ്റൊരു യുവാവിനൊപ്പമാണ് നരിയമ്പാറയിൽ താമസിച്ചു വരുന്നത്. ഇവർക്ക് ഒരു കുട്ടിയുമുണ്ട്. ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൽ കോടതിയിൽ നിലവിൽ കേസുമുള്ളതാണ്. സംഭവത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്നു കളഞ്ഞ പ്രതിക്കായി കട്ടപ്പന CI മുരുകന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കി. മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന യുവതിക്ക് അടിയന്തര ശസ്ത്രക്രിയയും നടത്തി. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.